ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു 2 ലക്ഷത്തിന്റെ സർപ്രൈസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കത്ത് അതൊന്ന് കാണിച്ച് US പോസ്റ്റേജ് എന്ന് പറഞ്ഞ ഇതിലുണ്ട്. അപ്പൊ അതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ, അവരുടെ സ്റ്റാമ്പാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് നമുക്ക് അമേരിക്കയിൽ നിന്ന് വന്ന ആ കത്തിലുള്ളത്, അതുപോലെ തന്നെ 2 ലക്ഷത്തിന്റെ സർപ്രൈസ് എന്താണ് എന്നുള്ളത്. ആദ്യകൂട്ടൻ ഉറക്കമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പറമ്പിലല്ല മുറ്റത്തിറങ്ങി മൂലയിൽ കസേര എടുത്തിട്ട് അവിടെ വന്നിരുന്നാ ചെയ്യുന്നത്. കാരണം ആ പരിസരത്ത് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞാൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാനും സമ്മതിക്കത്തില്ല, ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ട് മമ്മി അവൻ്റെ അടുത്ത് ആക്കിയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ആയിട്ടും കൂടെ അറിയിക്കുക. നല്ല രസമുണ്ടെന്ന് പുറകിലൊക്കെ പച്ചപ്പായിട്ട്. ചെറിയ പക്ഷെ എന്റെ ഡ്രസ്സ് പച്ചയായി പോയപ്പോഴത്തേക്കും മൊത്തം പച്ചപ്പായി പോയി അല്ലേ. പിന്നെ കുറെ പേര് പനി കുറഞ്ഞോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര പനിയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. ഇന്നും സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. കഫക്കെട്ടുണ്ട്, തൊണ്ടയ്ക്ക് വേദനയുണ്ട്, തലവേദനയൊക്കെ ഉണ്ട്. എന്നാലും പനി ഒരുപാട് നല്ലപോലെ കുറഞ്ഞു. ഇന്നലെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും പനി നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. മിനിങ്ങാന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോയിട്ട് വന്ന് അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ തൊട്ട് തന്നെ ചെറുതായിട്ട് തലവേദന തുടങ്ങി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ അവശതയായി. അങ്ങനെ ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും നല്ല പനിയായി. അതാണ് പറ്റിയത്. അപ്പോൾ ആ ഒരു യാത്രയുടെ ക്ഷീണവും അതുകൊണ്ടൊക്കെ പറ്റിയതാണെന്ന് തോന്നുന്നു. വേറെ ആർക്കും ഭാഗ്യത്തിന് ഇതുവരെ ഒന്നും പനിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ദേഹം വേദനയൊക്കെ ആയിരുന്നു, ഭയങ്കര ദേഹവേദനയൊക്കെ ആയിരുന്നു. ദേഹവേദന കുറഞ്ഞു, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ മമ്മിയുടെ സാന്നിധ്യം വളരെ കുറവാണ്. അതെ അതെ അതെ. അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യക്കുട്ടൻ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒരു തരത്തിൽ തട്ടിക്കൂട്ടുക ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം നമ്മുടെ സാഹചര്യം കൊണ്ട് വീഡിയോസ് എടുക്കാൻ എല്ലാവർക്കും സമയം ഒത്തു വരത്തില്ല. ഇവൾക്ക് വയ്യാതെ വരുമ്പോഴത്തേക്കും മമ്മി അവനെ നോട്ടോ, അല്ലെങ്കിൽ ഞാനും മമ്മിയും കൂടെ ഒക്കെ അവനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതുപോലെ തന്നെ അവനൊന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ 2 പേരോട് കൂടി വീഡിയോ എടുക്കുന്നത്. ആ സമയത്ത് മമ്മി അവന് കാവലിരിക്കും. ഇപ്പം മമ്മി അവൻ്റെ കൂടെ കിടക്കുകയാണ്. കാരണം അവന്റെ അടുത്ത് ആരെങ്കിലും ഇല്ലെങ്കിൽ പെട്ടെന്ന് എണീറ്റാ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വഴക്കായിരിക്കും. പിന്നെ അവന്റെ കൂടെ നടക്കണം. അതുകൊണ്ടാണ് മമ്മിയെ കളിക്കുന്നതിന്റെ കൂടെ നമ്മളെ പിടിച്ച് വലിച്ചോണ്ട് പോകും. അതെ അതെ, അവന്റെ കൂടെ കളിക്കാൻ കൂടും. പിന്നെ അവരെയും കൂടെ ഒരുമിപ്പിച്ച് വീഡിയോ നമ്മൾ ഇടയ്ക്കൊക്കെ പരമാവധി എടുക്കാറുണ്ട്, ഷോർട്ട് വീഡിയോസ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒഴിവാകുന്നത്, അല്ലാണ്ട് വേറെ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ 2 ലക്ഷത്തിന്റെ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബ് പോലെ തന്നെ ഫേസ്ബുക്കും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഫേസ്ബുക്ക് പേജ് നമുക്ക് 2 ലക്ഷം ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്. അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന് അത്രത്തോളം എത്തുക എന്ന് പറഞ്ഞാൽ, ഫേസ്ബുക്ക് നമ്മൾ അധികം നാളൊന്നും ആയില്ല തുടങ്ങിയിട്ട്. യൂട്യൂബ് തുടങ്ങി ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഫേസ്ബുക്ക് ഞങ്ങൾ തുടങ്ങിയത്. ആ പേജ് 2 ലക്ഷം ഫോളോവേഴ്സ് ആയിരിക്കണം. എൻ്റെ സൗണ്ട് അധികം ഇല്ലടി, നീ ഒന്ന് സംസാരിക്കാവോ? കാരണം എനിക്ക് തൊണ്ടയ്ക്ക് വേനെടുക്കുന്നുണ്ട്, വലിയുന്നു, മൂക്കൊക്കെ അടഞ്ഞിട്ടേ എന്തോ ഇതായി പോകുന്നു, പതർന്നു. അപ്പോൾ 2 ലക്ഷം ഫോളോവേഴ്സായി. അതാണ് ഒന്നാമത്തെ സന്തോഷ വാർത്ത. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യൂട്യൂബിനെ പോലെ ആവത്തില്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോവേഴ്സ് ആവാൻ ഭയങ്കര പാടാ. അപ്പം ആ ഒരു ഇതില് നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് അത്ര ആയല്ലോ എന്നോർത്തത്. പക്ഷെ 1 ലക്ഷം ആയി കഴിഞ്ഞ് കുറേ നാള് കഴിഞ്ഞിട്ടാട്ടോ 2 ലക്ഷം. അതെ അതെ, ഒരുപാട് സമയം എടുത്തിട്ട് 2 ലക്ഷം ആയത്. അതെ അതെ, അതൊക്കെ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 80,000-ന് മേളിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതും വലിയ കാര്യമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അധികം നാളൊന്നും ആയില്ല വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഒരു കാരണം 2 ദിവസമായി ആയിട്ടല്ലേ. 2 ലക്ഷത്തിന്റെ ആ ഒരു സർപ്രൈസ് അതാണ് ആ ഒരു സർപ്രൈസ്. പിന്നെ കുഞ്ഞാവാനങ്ങുന്നുണ്ട് കേട്ടോ. കുഞ്ഞാവാനങ്ങ് വേറൊരു രസമുണ്ട്. കുഞ്ഞാവാനങ്ങുമ്പോ ഞാൻ ഇച്ചായനോട് പറയും, ഇച്ചായ കുഞ്ഞാവാനങ്ങുന്നു കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇച്ചായനെ കൈ വെക്കുക, അന്നേരം അനക്കം നിർത്തും. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ അനങ്ങുന്നു, കൈ വെച്ച് നോക്കുന്നു, അപ്പോൾ അനങ്ങാണ്ടിരിക്കുക. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഞാൻ കൈ വെക്കുമ്പോൾ അനങ്ങും കേട്ടോ, ഇച്ചായം കൈ വെക്കുമ്പോഴേക്കും നിർത്തും. ആരടാ പുറത്തുനിന്ന് ഒരു സാമീപ്യം വേണ്ട, അനക്കും നിർത്തും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറയണേ. അതെ തീർച്ചയായിട്ടും അങ്ങനെ അനുഭവം ഉള്ളവർ ഒരുപാട് പേരുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആദ്യക്കുട്ടന്റെ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അടുത്തത് നമ്മുടെ കത്താണ് കേട്ടോ. കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്
അമേരിക്കയിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം തന്നെ കാണിച്ചത്. ഇത് കണ്ടോ, പോസ്റ്റേജ് US പോസ്റ്റേജ് കേട്ടോ, അമേരിക്കയിൽ നിന്ന്. അപ്പം നമ്മൾ ഓർത്തത് എന്താണെന്ന് ആദ്യം തന്നെ ഇത് കണ്ടപ്പോൾ മമ്മിയാണ് മേടിച്ചത്. രാവിലെ പോസ്റ്റ്മാൻ കൊണ്ടെത്തത് മമ്മിയെ മേടിച്ചത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്തോ ഒരു പോസ്റ്റ് സാധാരണ ബാങ്കിൽ നിന്ന് വന്നാന്നാ ഞാൻ വിചാരിച്ചു. സാധാരണ നമുക്ക് ഇങ്ങനെ പോസ്റ്റ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസുകൾ അങ്ങനെയൊക്കെ സാധാരണ വരാറുള്ളൂ. അപ്പൊ അല്ല കൊറേ അടയ്ക്കാനുണ്ട്. അപ്പൊ അതാണ് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കണ്ടപ്പോ. മമ്മിക്ക് അതുകൊണ്ടൊരു മേടിക്കണോ കൈപ്പറ്റണോ, കാരണം കൈപ്പറ്റിയ വള്ളിക്കെട്ടാണോ, ഒരുപാട് വള്ളിക്കെട്ടുകളുണ്ട്, പണികളുണ്ട്. അതാണോ എന്ന് വിചാരിച്ച് മമ്മി എനിക്ക് കൊണ്ടു തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഇതിൽ US പോസ്റ്റേജും കണ്ടു. പിന്നെ ഇതില് ഫ്രണ്ടില് ഇമ്പോർട്ടന്റ് ടാക്സ് റിട്ടേൺ ഡോക്യുമെന്റ് എൻക്ലോസ്ഡ് എന്നും പറഞ്ഞ് കണ്ടു. അന്നേരം മമ്മിനോട് പറഞ്ഞു ഇത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ് നമുക്ക് വന്നതാണെന്ന് പറഞ്ഞ് നമ്മള് മേടിച്ചു വെച്ചു. അങ്ങനെ ഞാനിത് കണ്ടപ്പോഴും എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല. കാരണം ഞാൻ ഓർത്തു ഇനി ഇൻകം ടാക്സുകാർ വല്ലതും നമ്മൾ യൂട്യൂബിൽ 4 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വരുമാനത്തിന്റെ ഒന്നും വലിയ എന്താ പറയാ ടാക്സ് അടയ്ക്കേണ്ട വരുമാനമൊന്നും നമുക്കില്ലല്ലോ. അപ്പൊ ദൈവമേ, ഇത് ആരെങ്കിലും പണിയില്ല തന്നാണ് ഇൻകം ടാക്സിൽ നിന്ന് നമുക്കിനി അങ്ങനെ കൂടെ വരാനുള്ളൂ. നമ്മൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത് നമുക്കറിയാം. അപ്പോൾ എന്തായാലും പൊട്ടിച്ചു. പൊട്ടിക്കിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞോ എന്തൊക്കെ ഒരു 3-4 പേപ്പറുണ്ട് ഇതിനകത്ത്, ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഇവള് കുറച്ചു നേരം കുത്തിയിരുന്ന് വായിച്ചിട്ട് പറഞ്ഞു ഇത് അതാണ് സംഭവം, ഇതാണ് സംഭവം. വേറൊന്നുമല്ല, ഇത് ശരിക്കും അമേരിക്കൻ ടാക്സ് നമ്മൾ അടയ്ക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. നമുക്ക് സാലറി തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അമേരിക്കൻ ആയിട്ട് ബന്ധപ്പെട്ട ഡോളറിലല്ലേ. അപ്പോൾ അവരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെന്റ് ആണ് ഈ വന്നിരിക്കുന്നത്. അതായത് അവര് ടാക്സിന്റെ ഇൻഫർമേഷൻ, അവര് കട്ട് ചെയ്യുന്ന ടാക്സ് ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അയച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, എത്ര രൂപ, അതായത് നമ്മൾ അവിടുത്തെ അമേരിക്കൻ ടാക്സ് നമ്മൾ എന്തായാലും അടച്ചേ പറ്റൂ. അങ്ങനെ ഒരു ഇതുണ്ട് യൂട്യൂബിന്. അത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എല്ലാ മാസവും അവർ പേയ്മെന്റ് തരുന്നത്. അതാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും വന്നിട്ടുണ്ടാവും. നമുക്ക് വന്നു, എന്തായാലും ബാക്കിയുള്ളവർക്ക് വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ വർഷം ഇതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വർഷം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം വന്നപ്പം ചാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാനായിരുന്നു മേടിച്ച. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചൊന്നും നോക്കിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു സംഭവമാന്ന് പറഞ്ഞു. നമുക്ക് പ്രയോജനമൊന്നുമില്ല, വലിച്ചേറി പള്ളാക്കളഞ്ഞു. പക്ഷെ ഈ പ്രാവശ്യം ചാൻ ആയതുകൊണ്ടും എന്താണ് കറക്റ്റ് നോക്കണം എന്ന് പറഞ്ഞതുകൊണ്ടും കുത്തിയിരുന്ന് നോക്കി. കാരണം നമുക്ക് വരുന്ന പേപ്പറുകൾ എന്താണെന്ന് അറിയാതെ വലിച്ചേറി കളഞ്ഞാൽ ചിലപ്പം പിന്നെ പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും വേണ്ടപ്പെട്ടതാണെങ്കിൽ ഇത് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും വള്ളിക്കെട്ടൊക്കെ വരുമ്പോൾ ഇത് സൂക്ഷിച്ചു വെച്ചേക്കാണെങ്കിൽ നമ്മൾ അതെ ടാക്സ് അടയ്ക്കുന്നുണ്ടെന്നുള്ളതിനൊരു നമുക്കിപ്പോൾ ജോലിയാണ് ശമ്പളം കിട്ടുന്നത്. ഇപ്പൊ ആ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം പോലല്ല ഇങ്ങനത്തെ ഈ ഏണിങ്സിനൊക്കെ. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണല്ലോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മറ്റേ ജോലി എന്ന് പറയുമ്പം ആ സ്ഥാപനത്തിന്റെ കാര്യം നോക്കാൻ മേലധികാരികളുണ്ടാവും, പേയ്മെന്റ് തരുന്നുണ്ട് അതിന്റെ ടാക്സ്. ഇത് അതുമല്ല, ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഫോറിൻ അഫയേഴ്സ് അങ്ങനെ പറഞ്ഞ സംഭവം എഴുതിയിട്ടുണ്ട്. ഫോറിൻ പേഴ്സൺ US സോഴ്സ് ഇൻകം സബ്ജക്റ്റ് വിത്ത് ഇത് കണ്ടോ ടു വിത്ത് ഹോൾഡിങ്. അതായത് ഫോറിനിൽ നിന്നുള്ള പൈസ കൈപ്പറ്റുന്നതിൻ്റെ, അതായത് നമ്മൾ വിദേശത്തു നിന്നുള്ള വിദേശ നാണ്യം അങ്ങനെ ആയിരിക്കും പറയുന്നല്ലേ. എൻ്റെ വാക്ക് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. പുറത്തുനിന്നുള്ള പൈസ അതിക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് വന്ന കത്ത്. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിന് ഈ കത്ത് കിട്ടി, ഇനി ഇതില് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇനി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറെ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്, ഫോമുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് എന്തെങ്കിലും ചെയ്യണോ, ഫില്ല് ചെയ്യണോ, എവിടെയെങ്കിലും കൊണ്ടോ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടിയാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. കാരണം നമുക്ക് അറിയില്ലാത്ത ആരെങ്കിലും പറഞ്ഞു തന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ സാധനം കൈപ്പറ്റിയിട്ടുണ്ട്, മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. ഇതിനി എന്ത് ചെയ്യണം, ഇത് എന്തെങ്കിലും ആവശ്യം വേറെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഫില്ല് ചെയ്താൽ എവിടെ കൊണ്ടാ കൊടുക്കണം അതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അല്ലേ. അതെ. അപ്പോൾ
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.